ശബരിമലയിൽ കൊള്ള നടന്നിട്ടുണ്ട്. അതിൻ്റെ ഉത്തരവാദിത്വം 2016 നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അന്ന് പറഞ്ഞ കാര്യം ഞാൻ ഇന്ന് റിപ്പീറ്റ് ചെയ്യുന്നു. ശകലം ഉളുപ്പുണ്ടെങ്കിൽ രാജിവെക്കണം. ഇത് ഞങ്ങളല്ല പറയുന്നത്, ജനങ്ങൾ, സാധാരണ ജനങ്ങൾ. ഞാൻ എവിടെ പോകുമ്പോൾ എന്നെ കൈ പിടിച്ചിട്ട് എന്നോട് പറയുന്നത്, നിങ്ങളിത് വിടാൻ പാടില്ല, BJP ഇത് വിടരുത്. എന്തുകൊണ്ട് ഇങ്ങനത്തെ കൊള്ള നടക്കുന്നത് ഹിന്ദു അമ്പലത്തിൽ മാത്രം? എന്തുകൊണ്ട് ക്രിസ്ത്യൻ സ്കൂൾസിനെ ഭീഷണിപ്പെടുത്താൻ ഇറങ്ങിയൊരു വിദ്യാഭ്യാസ മന്ത്രി? ഈ നാടിൻ്റെ സമാധാനവും മതേതരവും തീരുമാനിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയും SDPIയും കോൺഗ്രസും ലെഫ്റ്റ് അല്ല. അത് പിണറായി വിജയൻ ജി എന്ത് കസർത്ത് ചെയ്താലും, രാഹുൽ ഗാന്ധി ഏത് കസർത്ത് ചെയ്താലും അത് ഞങ്ങൾ സമ്മതിക്കില്ല. ഭാരതീയ ജനതാ പാർട്ടിയിൽ ഇന്ന് പുതുതായി അംഗത്വമെടുക്കുന്ന പ്രമുഖ വ്യക്തിത്വങ്ങളെ ഇവിടെ സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി ഡോക്ടർ ഷമീർ K. മുഹമ്മദ്. അദ്ദേഹം എറണാകുളം സ്വദേശിയാണ്. മറ്റൊരാൾ മുൻ ആഭ്യന്തരമന്ത്രിയും കോൺഗ്രസിൻ്റെ നേതാവും ഹരിപ്പാട് MLAയുമായിട്ടുള്ള ശ്രീ രമേശ് ചെന്നിത്തലയുടെ കുടുംബാംഗത്തെ പോലെ പ്രവർത്തിച്ചിരുന്ന രമേശ് ചെന്നിത്തല ഹരിപ്പാടെത്തുമ്പോൾ താമസിക്കാനും രാഷ്ട്രീയ ആസൂത്രണങ്ങൾക്കും ഉപയോഗിച്ചിരുന്ന ഒരു വീട് ഹരിപ്പാട് ഭാസി എന്നറിയപ്പെടുന്ന ഫോട്ടോഗ്രാഫറായിരുന്ന, പ്രമുഖനായിട്ടുള്ള ഫോട്ടോഗ്രാഫറായിരുന്ന ഭാസിയേട്ടൻ്റെ കുടുംബമാണ്. മറ്റൊരു ഹരിപ്പാട് സ്വദേശി ഷംനാസ് വേളങ്ങാട്. അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഹരിപ്പാട് മുനിസിപ്പൽ കൗൺസിലറാണ്. അദ്ദേഹത്തിൻ്റെ പിതാവ് ഷംസുദ്ദീൻ കോൺഗ്രസിൻ്റെ പ്രമുഖനായ നേതാവും കോൺഗ്രസിൻ്റെ മുൻ കൗൺസിലറുമാണ്. മറ്റൊരു പ്രമുഖനായ വ്യക്തി അഡ്വക്കേറ്റ് പീറ്റർ സോളമൻ, ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുടെ സംസ്ഥാന കോർഡിനേറ്ററാണ്. KSUവിൻ്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു. മറ്റൊരു പ്രമുഖനായ നേതാവ് കോൺഗ്രസിൻ്റെ, ഇന്റർനാഷണൽ കോൺഗ്രസിൻ്റെ അണ്ടൂർക്കോണം മണ്ഡലത്തിൻ്റെ പ്രസിഡന്റായിരുന്ന ശ്രീ വിവേക് PS കുമാർ. കോൺഗ്രസിൻ്റെ സജീവ പ്രവർത്തകനായിരുന്ന ശ്രീ അർജുനെ ദേശീയതയിലേക്ക് സ്വാഗതം ചെയ്തു. ഇന്നലെ കേരള ഹൈക്കോർട്ട് ശബരിമലയുടെ കേസിനെ കുറിച്ച് പറയുമ്പോൾ ഒരു ലാർജർ കോൺസ്പിറസിനെ കുറിച്ച് ഹൈക്കോർട്ട് പറഞ്ഞു. SITക്ക് ഒരു നിർദ്ദേശം കൊടുത്തു. ഇത് ആദ്യം മുതൽ BJP പറഞ്ഞ കാര്യമാണ്. 4.5 കിലോ സ്വർണം കൊള്ള ചെയ്ത് ദേവസ്വം ബോർഡ്, ഇതിനെക്കുറിച്ച് നമ്മുടെ മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു ഇതൊരു വീഴ്ചയാണ്. അതൊരു വീഴ്ചയല്ല, അതൊരു കൊള്ളയാണ്, ഒരു ക്രൈമാണെന്ന് ഞങ്ങൾ ആദ്യം മുതൽ പറയുന്ന ഒരു കാര്യമാണ്. ഹൈക്കോർട്ട് ഇത് പറഞ്ഞപ്പോൾ നമ്മൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചാടി ഇറങ്ങി ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ RSSും BJPയും ശബരിമലയും വാവരെക്കുറിച്ച് വളരെ വലിയൊരു സ്റ്റേറ്റ്മെൻ്റ് ആക്കി. ശ്രദ്ധ തിരിക്കാനാണ്. ഇതുവരെ മുഖ്യമന്ത്രി ശബരിമലയിൽ നടന്ന കൊള്ള, അതിനെക്കുറിച്ച് ജനങ്ങൾ ആഗ്രഹിക്കുന്ന വാസവൻ മിനിസ്റ്ററിൻ്റെ രാജി, ദേവസ്വം ബോർഡിൻ്റെ ഡിസൊല്യൂഷൻ, ഇതിനെക്കുറിച്ച് ഒന്നും പറയാൻ മുഖ്യമന്ത്രിക്ക് സമയമില്ല. പക്ഷേ ആ ഒരു പഴയ രീതി, ജനങ്ങളെ വിഭജിച്ച് നുണയും പറഞ്ഞ് ജനങ്ങളെ ശ്രദ്ധ തിരിക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നു. 10 കൊല്ലം ഭരിച്ചൊരു മുഖ്യമന്ത്രിയാണ്. ജനങ്ങളുടെ വോട്ട് എല്ലാം ശരിയാവും എന്ന് പറഞ്ഞ് നേടിയ ഒരു മുഖ്യമന്ത്രിയാണ്. ജനങ്ങളുടെ വിശ്വാസം എല്ലാം ശരിയാവും എന്ന് പറഞ്ഞ് നേടിയ ഒരു മുഖ്യമന്ത്രിയാണ്.
10 കൊല്ലം കഴിഞ്ഞിട്ട് നമ്മൾ കാണുന്നത് എന്താണ്? നാട്ടിൽ അനാസ്ഥ, അഴിമതി, ആരെയും വിടുന്നില്ല. അമ്പലത്തിന് വിടുന്നില്ല, ക്രിസ്ത്യൻ സ്കൂളിൽ നിന്ന് വിടുന്നില്ല. എന്നിട്ട് മുഖ്യമന്ത്രിക്ക് പറയാൻ 10 കൊല്ലം എന്ത് ചെയ്തു, വിദ്യാഭ്യാസത്തിൽ എന്ത് ചെയ്തു, ആരോഗ്യ മേഖലയിൽ എന്ത് ചെയ്തു, ഇക്കോണമിയിൽ എന്ത് ചെയ്തു, വിലക്കയറ്റത്തിനെ കുറിച്ച് എന്ത് ചെയ്തു, തൊഴിലിനെ കുറിച്ച് എന്ത് ചെയ്തു, ഇതിനെക്കുറിച്ച് ഒന്നും പറയാൻ മുഖ്യമന്ത്രിക്ക് കഴിയുന്നില്ല. CPM-ന്റെ രാഷ്ട്രീയം തുടങ്ങിയത് വർഗ സംഘർഷം, ക്ലാസ് വാറിന്റെ പേരിലായിരുന്നു CPM. ഇനിയിപ്പോ മുഖ്യമന്ത്രി അതെല്ലാം വിട്ട് വർഗീയ സംഘർഷം ഉണ്ടാക്കാൻ ആണ് ഇറങ്ങിയിരിക്കുന്നത്. ഞാൻ മുഖ്യമന്ത്രിയോട് കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നത് ഇന്ന് ഈ ജനങ്ങളെ വിഡ്ഢിയാക്കാനും ഈ നുണ പറഞ്ഞ് പ്രചരണം ചെയ്ത് ജനങ്ങളെ വിഭജിക്കാനുള്ള രാഷ്ട്രീയത്തിന് കാലം കഴിഞ്ഞു. 10 കൊല്ലം ഭരിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇലക്ഷന്റെ മുമ്പ് മുഖ്യമന്ത്രി ചെയ്യേണ്ടത് എന്താണ്? ഞാൻ ജനങ്ങൾക്ക് വേണ്ടി വാഗ്ദാനം കൊടുത്തത് ഇതായിരുന്നു, എല്ലാം ശരിയാവും, എന്നിട്ട് ഞാൻ ഇത് 1, 2, 3, 4, 5 കാര്യങ്ങൾ ചെയ്തു. ഇതൊന്നും പറയുന്നില്ല. അപ്പോൾ BJP ഇത് ഈ ശ്രദ്ധ തിരിക്കാനും ഈ നുണയുടെ രാഷ്ട്രീയം സൃഷ്ടിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ശബരിമലയിൽ കൊള്ള നടന്നിട്ടുണ്ട്. അതിൻ്റെ ഉത്തരവാദിത്വം 2016 നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അന്ന് പറഞ്ഞ കാര്യം ഞാൻ ഇന്ന് റിപ്പീറ്റ് ചെയ്യുന്നു. ശകലം ഉളുപ്പുണ്ടെങ്കിൽ രാജിവെക്കണം. വാസവൻ മന്ത്രി രാജിവെക്കണം. വെച്ചില്ലെങ്കിൽ ഞങ്ങൾ ഇന്നലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് ഇന്നലെ ഒരു നിവേദനം അയച്ചിട്ടുണ്ട്. സെൻട്രൽ ഗവൺമെന്റ് ഏജൻസീസ് ഇതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ റെസ്പോൺസിബിലിറ്റി എടുത്ത് ഇതിൻ്റെ കോൺസ്പിറസി എക്സ്പോസ് ചെയ്യണം. ഇത് ശബരിമലയിൽ മാത്രമല്ല, ഇന്നത്തെ ഒരു റിപ്പോർട്ടിൽ ഞാൻ കാണുന്നു ഗുരുവായൂർ ദേവസ്വം 25 കോടി മിസ്സിംഗ് ആണ്. അപ്പോൾ ഇത് ഒരു ഗൂഢാലോചന, ഒരു കോൺസ്പിറസി ആണെന്ന് എല്ലാവർക്കും കൃത്യമായി മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വർഗീയ രാഷ്ട്രീയം കളിക്കാൻ ഇറങ്ങിയ മുഖ്യമന്ത്രിയോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അത് ഇനി നടക്കില്ല, ഞങ്ങൾ സമ്മതിക്കില്ല. വാസവൻ രാജിവെക്കണം. ഇവിടെ ഒരു ഇൻവെസ്റ്റിഗേഷൻ 30 കൊല്ലം ദേവസ്വം ബോർഡ് എന്ത് തെറ്റ് ചെയ്തു ചെയ്തില്ല അതിൻ്റെ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടക്കണം. ഇത് നടന്നേ പറ്റൂ. ഇത് ഞങ്ങളല്ല പറയുന്നത്, ജനങ്ങൾ, സാധാരണ ജനങ്ങൾ. ഞാൻ എവിടെ പോകുമ്പോൾ എന്നെ കൈ പിടിച്ചിട്ട് എന്നോട് പറയുന്നത് നിങ്ങൾ ഇത് വിടാൻ പാടില്ല, BJP ഇത് വിടരുത്. ഈ ഇങ്ങനത്തെ ഒരു കൊള്ള, ഇതിൻ്റെ ഒരു ഉത്തരവാദിത്തം നമ്മൾ കണ്ടുപിടിച്ചേ. ഇത് ജനങ്ങളുടെ ആഗ്രഹമാണ്. അപ്പോൾ ഞാൻ മുഖ്യമന്ത്രിയോട്, ഈ വർഗീയവാദി എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഒന്ന്, ഞാൻ 19 തവണ ശബരിമല പോയ ആളാണ്. ഞാൻ അയ്യപ്പൻ അവിടെ പോയി 18 പടി കയറി അവിടെയും ഞാൻ നാമം ചൊല്ലിയിട്ടുണ്ട്. ബാബര സമാധിന് മുമ്പ് പോയിട്ട് അവിടെ നാമം ചൊല്ലിയിട്ടുണ്ട്. ഞങ്ങൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. എന്തിനാണ് വെറുതെ ജനങ്ങളെ വിഡ്ഢിയാക്കുന്നത്? ഈ വർഗീയവാദി വിഷം എന്തിനാണ് മുഖ്യമന്ത്രി സ്പ്രെഡ് ചെയ്യുന്നത്? ഈ ഇലക്ഷന്റെ സമയത്ത് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങളെ വോട്ട് നേടി നിങ്ങൾ ഈ 10 കൊല്ലം എന്ത് ചെയ്തു, അതിന് ധൈര്യം ഉണ്ടാവണം. ഇനി ചോദിക്കാൻ കുറേ ഉണ്ട്. എന്തുകൊണ്ട് ഇങ്ങനത്തെ കൊള്ള നടക്കുന്നത് ഹിന്ദു അമ്പലത്തിൽ മാത്രം? എന്തുകൊണ്ട് ക്രിസ്ത്യൻ സ്കൂൾസിനെ ഭീഷണിപ്പെടുത്താൻ ഇറങ്ങിയൊരു വിദ്യാഭ്യാസ മന്ത്രി? എന്തുകൊണ്ട് മുനമ്പം ക്രിസ്ത്യനും ഹിന്ദു സമുദായം അവരുടെ ഭൂമി അവകാശം കോർട്ടിന്റെ വിധി വന്നിട്ടും ചെയ്യാൻ ചെയ്യുന്നില്ല സർക്കാർ? ഇങ്ങനത്തെ എത്രയോ പ്രശ്നങ്ങളാണ് മുഖ്യമന്ത്രി അതിൻ്റെ ഉത്തരം കൊടുക്കേണ്ടത്. അപ്പോൾ അവസാനം ഞാൻ പറയുന്നത്, ഈ നാടിൻ്റെ സമാധാനവും മതേതരവും തീരുമാനിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയും SDPIയും കോൺഗ്രസും ലെഫ്റ്റ് അല്ല. ഇവിടുത്തെ മുസ്ലിംസും ക്രിസ്ത്യൻസും ഹിന്ദു മലയാളീസും അറിയാം, ഇവിടെ ഭരണഘടനയുണ്ട്. നമ്മുടെ നാട്ടിലെ മലയാളികൾ
ദേശസ്നേഹിയായ മലയാളികൾ തീരുമാനിക്കും ഞങ്ങളുടെ ഭാവി എന്താണ്. ഇത് SDP യും ജമാഅത്തെ ഇസ്ലാമിയും എല്ലാം തീരുമാനിക്കാൻ പോകുന്നത് ഞാൻ കൃത്യമായി ഒരു ഉറപ്പ് തരുന്നു. അത് പിണറായി വിജയൻ എന്ത് കസരത്ത് ചെയ്താലും രാഹുൽ ഗാന്ധി ഏത് കസരത്ത് ചെയ്താലും അത് ഞങ്ങൾ സമ്മതിക്കില്ല. നാടിൻ്റെ മലയാളികൾ, ദേശസ്നേഹിയായ മലയാളികൾ, നാടിന് ഇഷ്ടമുള്ള വളർച്ച, നാടിന് വളർച്ച ആഗ്രഹിക്കുന്ന മലയാളികളാണ് നമ്മുടെ ഭാവി തീരുമാനിക്കാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനത്തെ രാഷ്ട്രീയം നിർത്തണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു മുഖ്യമന്ത്രിയോട്. ഈ ശബരിമല കൊള്ള നടന്നതിൽ വാസവൻ മന്ത്രിയുടെ രാജി ഇന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അത് ഞങ്ങളുടെ ഒരു നിർബന്ധമാണ്, ജനങ്ങളുടെ നിർബന്ധമാണ്. ഇത് പറഞ്ഞ് വാക്കു ചുരുക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഒരു ഗണപതി ഹോമം ചെയ്യുന്നതിന് തുല്യമായ പഞ്ചഗവ്യ വിളക്ക്, പശുവിന്റെ ഗോമൂത്രം, ചാണകം, നെയ്യ്, പാല്, തൈര്, ഈ ഒരു വിളക്ക് വീടുകളിൽ കത്തിച്ചു വെച്ചാൽ ഐശ്വര്യം ഉണ്ടാകുമെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. കർപ്പൂരം ഉൾപ്പെടെ ഈ കടയിൽ കിട്ടുന്ന എല്ലാ ഐറ്റംസും 100% ഓർഗാനിക് ആണ്. മിതമായ റേറ്റിൽ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ മേടിക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ട് കൂടിയാണിത്. ഡ്രൈ ഫ്രൂട്ട്സിന്റെയൊക്കെ ക്വാളിറ്റി ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കാണാം. വാഗമണിൽ സ്വന്തം സ്ഥലത്ത് കൃഷി ചെയ്യുന്ന സ്പൈസസ് ആണ് ഇവരിവിടെ സെയിൽ ചെയ്യുന്നത്. മിതമായ റേറ്റിൽ ഇതെല്ലാം കൊടുക്കാനുള്ള കാരണവും അത് തന്നെയാണ്. ഞായറാഴ്ച മാത്രം ഉച്ചയ്ക്ക് 3 മണി വരെയും ബാക്കിയുള്ള ദിവസങ്ങളിൽ രാവിലെ 8:30 മണി തൊട്ട് രാത്രി 8:30 മണി വരെയാണ് ഈ കടയുടെ സമയം. ഓർഗാനിക് ഐറ്റംസ് മാത്രമല്ല, ഹോം മെയ്ഡ് ചോക്ലേറ്റ്സും നാടൻ നെയ്യ് വേണ്ടവർക്ക് അതും ഇവിടെയുണ്ട്. ഇവരുടെ ഫോൺ നമ്പർ വീഡിയോയുടെ അവസാനം ഞാൻ കൊടുക്കുന്നുണ്ട്. 5 കിലോമീറ്റർ വരെ ഇവരെ തന്നെ ഡെലിവറിയും ചെയ്യുന്നുണ്ട്. വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ഏതെങ്കിലും ഐറ്റംസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നേരിട്ട് വന്നോ അവരുടെ ഫോൺ നമ്പർ മുഖാന്തരമോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഇത് ചെറിയൊരു കടയാണ്, കുറച്ച് ലേഡീസ് ചേർന്നാണ് ഇത് നടത്തുന്നത്. തിരുവനന്തപുരം വല്യശാല ജ്യോതിപുരം ലേനിലാണ് വാഗമൺ സ്പൈസസ് എന്ന ഈ കടയുള്ളത്. ഗൂഗിൾ മാപ്പിലും കടയുടെ ലൊക്കേഷൻ കിട്ടുന്നതാണ്.